ഏതൊരു മീൻ കിട്ടിയാലും ഈ ഒരു മസാല മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചുള്ളിയൊക്കെ പച്ച വെളിച്ചെണ്ണ കിടന്നതിനായിട്ട് വഴണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഇന്ന് രാവിലെ നമ്മൾ പുതിയ പൊട്ടിച്ച പ്രോഗിൻ്റെ റിസൾട്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയൊരു വരാലാണ്. വരാൽ നാടനായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും പൊള്ളിച്ചൊഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. തൊലിയെന്ന് കളഞ്ഞ വരാലിൻ്റെ ടേസ്റ്റ് തന്നെ മാറണോണ്ട് ഇവനെ നന്നായിട്ടൊന്ന് വെട്ടിത്തേച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് വെട്ടിത്തേച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിനൊടുക്കത്തെ ഇഴുക്കലി മീൻ തന്നെ താഴെ പിന്നെ മണ്ണിലൊന്ന് പെരട്ടി നന്നായിട്ടൊന്ന് പിടിച്ച് വെട്ടി അങ്ങോട്ട് എടുത്ത് എത്ര തലയിട്ട് ഇവൻ്റെ ജീവൻ പോകണില്ല. അതുകൊണ്ട് തന്നെ ഇവനെ വെട്ടാനും പാടുപെട്ട് അങ്ങനെ ഇവനെ വെട്ടിത്തേച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ പിടിക്കാന്ന് പദ്ധതി ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടി ഇവനെ ചെറിയ ചെറിയ പീസാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. പീസെല്ലാം തന്നെ വൃത്തിയാക്കി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ജാറെടുത്ത് അതിലേക്ക് 1/2 കിലോളം കൊച്ചുള്ളി ചേർക്കണം. ഈ മസാലയുടെ ഏറ്റവും പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് വഴണ്ട് വന്ന കൊച്ചുള്ളിയുടെ ടേസ്റ്റും നല്ല എരിവില്ലാത്ത മുളക് പൊടി വെളിച്ചെണ്ണയിൽ കിടന്ന് വഴണ്ട് വന്ന ടേസ്റ്റുമാണ് ഈ മസാലയുടെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ വേണ്ടത് 3-4 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചേക്കണം. മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, എരിവില്ലാത്ത പിരിയ മുളക് പൊടി തന്നെ ഇടണം, എന്നാലേ ഈ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ശേഷം ഇത് മിക്സിയിലിട്ട് നല്ല രീതിയിലേക്കൊന്ന് അരച്ചെടുക്കണം. കല്ലിലിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ തന്നെ അരയണം. മസാല ശരിയായ ഉടനെ തന്നെ വരാലിൻ്റെ മേത്തോട്ട് തേച്ച് പിടിപ്പിച്ചേക്കണം. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പെരട്ടിയെടുക്കണം, എന്നാലേ ഉള്ളിലോട്ടൊക്കെ നല്ല രീതിയിൽ എത്തത്തുള്ളൂ. പെരട്ടിയെടുത്ത വരാലിന് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരട്ടിയെടുത്ത വരാലിനെ ഫ്രീസറിലോട്ട് വെക്കുന്നത്. ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മീനെടുത്ത് അതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. ചൂടെണ്ണയിലോട്ട് തന്നെ മസാല ചെല്ലുമ്പോൾ മസാല അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് അതിലേക്ക് മീറ്റ് ഇടുന്നത്. പീസെല്ലാം ഇട്ടതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന മസാല കൂടി അതിൻ്റെ മേളിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കൊച്ചുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിം വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ച് വേവിക്കാവുള്ളൂ. ഇത്തിരി ടൈം എടുത്താണെങ്കിലും നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. ലോ ഫ്ലെയിമിൽ കിടന്ന് കൊച്ചുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരണം. വരാലി നന്നായിട്ട് ഫ്രൈ ആയി മസാലയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. മുളക് പൊടിയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ കളർ കണ്ടാൽ തന്നെ അറിയാം നല്ല വഴണ്ട് നല്ല ടേസ്റ്റായി കിടക്കിയിരിക്കും. ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചോറ് തന്നെയാണ്. നമുക്ക് 2 തവി ചോറെടുക്കാം. നല്ല മൊരിഞ്ഞ് 2 പീസ് എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മസാല. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വരാലിൻ്റെ മേത്തുനിന്ന് ഒരു പീസ് എടുത്ത് ആ ഗ്രേവിയും കൂടി ചേർത്ത് ചോറിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പുരട്ടിയെടുത്താലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വരാലിൻ്റെ ആ സ്കിന്നും ആ മസാലയും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ്.